മകളെ, SSLC എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ? പല കുട്ടികളും ഇതിനകം നമ്മുടെ അടുത്തൊക്കെ വരുന്ന കുട്ടികൾ പറയുന്ന ഒരു വാക്കുണ്ട്, സാറേ അന്ന് പഠിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ മാർക്ക് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. ചിലത് ആപേക്ഷികമാണ്. ചില ചില വിഷയങ്ങളിലാണ് ഈ കുട്ടികൾ ആദി പറയുന്നത്, പേടി പറയുന്നത്. ചിലപ്പോൾ മാത്തമാറ്റിക്സിലാവാം, ചിലപ്പോൾ കെമിസ്ട്രിയിലാവാം, ചിലപ്പോൾ SS-ലാവാം. ഇങ്ങനെ വിഷയങ്ങളിൽ പേടി പറയുന്ന, സർ പാളിപ്പോയി എന്ന് പറയുന്ന കുറെ കുട്ടികൾ. ഇനി SLC എക്സാം കഴിഞ്ഞതിന്റെ ആ പേടിയിൽ ജീവിക്കുന്ന കുട്ടികളോടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. മക്കളെ, SSLC എക്സാം എന്ന് പറയുന്നത് കേവലം നിങ്ങളുടെ പ്രൊഫഷനിലേക്കുള്ള, നിങ്ങളുടെ കരിയറിലേക്കുള്ള ഒരു ചെറിയ വാതിൽ മാത്രമാണ്. നിങ്ങളുടെ പ്രൊഫഷൻ നിർണയിക്കുന്നത് നിങ്ങളുടെ ഇനിയുള്ള അധ്വാനമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? മക്കള് ഏത് പ്രൊഫഷനിലേക്ക് പോകണമെന്ന് ചൂസ് ചെയ്തവരെന്നല്ലേ? ഇനി അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഒരു പാഷനും നമ്മുടെ ഒരു ഇഷ്ടമൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ട പ്രൊഫഷൻ നിങ്ങൾ ചൂസ് ചെയ്യണം. നമ്മൾ കരിയർ ചൂസ് ചെയ്യാന്നൊക്കെ പറയാറില്ലേ? അതുപോലെ നിങ്ങൾ 10 വർഷം കഴിയുമ്പോൾ 15 വർഷം കഴിയുമ്പോൾ എവിടത്തേക്ക് എത്തണം എന്നുള്ളതിനെ കുറിച്ച് മക്കൾക്ക് നല്ലൊരു ഐഡിയ വേണം. എഞ്ചിനീയറിംഗ് ആവാം, CA-കാരനാവാം, കമ്പനി സെക്രട്ടറി ആവാം, LLB നല്ലൊരു അഭിഭാഷകനാവാം, അല്ലെങ്കിൽ നല്ലൊരു സാമാജികനാവാം. എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവിടെ അപ്പൊ ഞാൻ പറയുമ്പോ ഇപ്പൊ നിങ്ങളൊരു എഞ്ചിനീയർ ആവണം എന്ന് വിചാരിക്കുകയാണ്, നിങ്ങളൊരു ഡോക്ടർ ആവണം എന്ന് വിചാരിക്കുകയാണ്, നിങ്ങളൊരു CA-കാരനാവണം എന്ന് വിചാരിക്കുകയാണ്. മക്കൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ സമയം ബാക്കിയുള്ള എല്ലാ സ്ട്രെസ്സും സ്ട്രെയിനും മാറ്റിവെച്ച്, SSLC-നെ കുറിച്ചുള്ള ആകുലതകളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ നിങ്ങളുടെ ബേസ് ക്ലിയർ ആക്കുക. അപ്പൊ സയൻസിനെ കുറിച്ച് പറയുമ്പം ആധികാരികമായിട്ട് തന്നെ എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ സമയം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സയൻസിലേക്ക് പോകുന്നു, IIT-ലേക്ക് എത്തണം എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ എയിംസിൽ എത്തണം എന്ന് വിചാരിക്കുന്നു, ജിമ്മർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തണം എന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബേസ്, മാത്തമാറ്റിക്സ്, ലോജിക്കൽ എബിലിറ്റി, നിങ്ങളുടെ മാത്തമാറ്റിക്കൽ റീസണിങ് എബിലിറ്റി, ഇതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് മക്കൾ ഈ സമയം ചെലവഴിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് മെഷർ ചെയ്തിട്ട് നമ്മുടെ ആകാശം വളരെ വിശാലമാണ് എന്നും വളരെ വലുതാണ് എന്നും മക്കള് സ്വയമേവ തന്നെത്താൻ ബോധ്യപ്പെടുത്തിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഓരോ അടികളും, നമ്മുടെ ഓരോ കാൽവെപ്പുകളും വളരെ സ്ട്രോങ് ആയിട്ട്, ഞാൻ പറയുമ്പോൾ അക്കാദമിക്കലി സ്ട്രോങ് ആയിട്ട് നമ്മൾ വെക്കുവാനും മുന്നോട്ട് പോകാനും വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ, ശ്രമിക്കുകയാണെങ്കിൽ, എനിക്ക് പറയാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന 10 A+ എടുത്ത കുട്ടിയെക്കാളും 10 കൂടി ജീവിതത്തിൽ വിജയം പ്രാപിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്.